ഒരു വാക്യം കൂടെ വായിച്ചിട്ട് തിരുമേശയിൽ പ്രവേശിക്കുക. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹീബ്രൂ ചാപ്റ്റർ 2:10, 2:10 കൂടെ ഒന്ന് വായിച്ചാട്ടെ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ, നോക്കിക്കോണേ, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഈ 2 വാക്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. ഒന്നാമത് നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനാകുന്നു. അടുത്ത വാക്യം വായിക്കുകയാണ്, സകലത്തിനും ലാക്കും സകലത്തിലും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ. ഈ വിഷയം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ശ്രദ്ധിച്ചാട്ടെ. ഏകജാതനായ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, അറിയത്തില്ലേ? പിതാവാം ദൈവത്തിന് ആരായിരുന്നു? ഏകജാതനായിരുന്നു. വേദപുസ്തകം ഒരു നല്ല വാക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഏകജാതനായിരുന്നു ഈ ക്രിസ്തുവിനെ വചനം മനസ്സിലാക്കാൻ എഴുതിയിരിക്കുന്നു, ആദ്യജാതനാക്കിയ കൃപ നിങ്ങൾ അറിയുന്നില്ലയോ? അയ്യോ, വല്ലോ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണേ. ഏകജാതനായിരുന്നു ഈ ക്രിസ്തുവിനെ സ്വർഗം നമുക്ക് വേണ്ടി എന്തോ ആക്കി തീർത്തു? ആദ്യജാതനാക്കി തീർത്തു. അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ഏകജാതനായിരുന്നു. അവനിൽ ഇനി അനേകം സഹോദരന്മാര് വരേണ്ടതിന് ക്രിസ്തുവിനെ ആദ്യജാതനും നമ്മളെ അവന്റെ പുത്രന്മാരും പുത്രിമാരും ആക്കി മാറ്റി. ഈ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുമ്പിൽ ഓടിപ്പോകുവാൻ കർത്താവിനെയും കൂടെ ദൈവത്തിന് എന്ത് ചെയ്യണമായിരുന്നു? ഒരു കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടത്തിവിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. സഫറിങ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്തിനാണെന്നറിയോ? നമ്മളെ പെർഫെക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി, നമ്മളെ നല്ലതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി. കുടുംബമായിട്ടുള്ളവരറിയണേ, ഭാര്യയും ഭർത്താവും ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉരകല്ല. ഹലോ, എന്നെക്കുറിച്ച് ഈ ചർച്ചിലിരിക്കുന്നവർക്ക് പലർക്കും പല സാക്ഷ്യം ഉണ്ടായിരിക്കും. പക്ഷെ എൻ്റെ വൈഫിനെ മാറ്റി നിർത്തിയെന്ന് ചോദിക്കണം, ഇതേ വ്യക്തി തന്നെയാണോ വീട്ടിലെന്ന്? ഹലോ, നിങ്ങൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഉണ്ടായിരിക്കും. അന്നേരം അറിയാം, പാസ്റ്റേ വിഷയമാണ്, ഇത് പറയരുത്, ഇതുവരെ പറഞ്ഞെങ്കിൽ അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത്. അതിലാണ് നമ്മൾ പോരാടേണ്ടത്. നമ്മൾ പറയുന്നു, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് എവിടെയാ? ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പോരാട്ടമുള്ള എവിടാന്നറിയാവോ? നമ്മൾ യേശുവിന് കീഴടങ്ങിയിട്ടും ഇപ്പോഴും ആ സ്ഥാനം വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹലോ, മനസ്സിലായോ? ഞാൻ ഉദാഹരണം പറയാൻ തോന്നുന്നു. ഉദാഹരണം പറയുമ്പോൾ എളുപ്പം മനസ്സിലാവും. ഒരു ഏരിയയുടെ മാനേജറായിട്ട് നമ്മൾ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചാൽ, നിങ്ങൾ ആ ഏരിയയുടെ മാനേജറാണ്. നിങ്ങളൊരു ചെയറിൽ ഇരിക്കുന്നു, അതിൻ്റെ മുമ്പിൽ മാനേജർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കണ്ടേ, കാഴ്ചയിലൊന്ന് കണ്ടേ. വേറെ ആരുടെ പറഞ്ഞു, പക്ഷേ ഞാൻ CEO ആവാനിരിക്കും അപ്പോഴാ വാസ്റ്റർ. എങ്കിലും നിങ്ങൾ പറഞ്ഞാട്ടെ, ഞാൻ ഒരു മാനേജറായെന്ന് വിചാരിച്ചോ. നമ്മൾ മാനേജർ ആയിരിക്കുന്ന ആ പോസ്റ്റിലേക്ക് പെട്ടെന്ന് ബോസ് വന്നിട്ട് നമ്മളെ അവിടുന്ന് ഡീപ്രമോട്ട് ചെയ്ത് വേറൊരാളെ അവിടെ ആക്കിയാലും കുറച്ച് ദിവസമൊക്കെ നമ്മുടെ തലയ്ക്കാദ്യം നമ്മൾ മാനേജറാന്ന് തന്നെ തോന്നും. കർത്താവ് വന്ന് ഇവിടുന്ന് ഒരാൾ പോലും നഷ്ടപ്പെടത്തില്ല കേട്ടോ. കാരണം എല്ലാവരും അത്ര ഒരു മുഖം കണ്ടില്ല, എല്ലാവരും എത്ര റെഡി ആയിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മളാരും അങ്ങനെ ചെയ്യത്തില്ലല്ലേ? അയ്യോ, ഞാൻ ചെയ്തു പോകും കേട്ടോ, ഞാൻ അതിന് പേടിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് ഞാനിപ്പോൾ ഇരിക്കുന്ന സീറ്റിൽ നാളെ ഒരാളെ കൊണ്ടിരുന്നാലും ആ പൊസിഷനിൽ തന്നെ കളഞ്ഞാലും കുറച്ച് ദിവസമൊക്കെ എടുക്കും യഥാർത്ഥത്തിൽ ഞാൻ അതല്ലെന്ന് അറിയാൻ വേണ്ടി, അല്ലേ?